بسم الله الرحمن الرحيم. ولقد عهدنا إلى آدم من قبل فنسي ولم نجد له عزما وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى فقلنا يا آدم إن هذا عدو لك ولزوجك فلا يخرجنكما من الجنة فتشقى إن لك ألا تجوع فيها ولا تعرى وأنك لا تظمأ فيها ولا تضحى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1018 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ത്വാഹയിലെ 115 മുതൽ 119 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ അഹ്ദനാ ഇലാ ആദമ മിൻ ഖബ്ലു ഫനസിയ വലം നജിദ് ലഹു അസ്മാ وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى فقلنا يا آدم إن هذا عدو لك ولزوجك فلا يخرجنكما من الجنة فتشقى إن لك ألا تجوع فيها ولا تعرى وأنك لا تظمأ فيها ولا تضحى صدق الله العلي العظيم. സൂറത്ത് ത്വാഹയിലെ 115 മുതൽ 119 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ ആയത്തുകളാണ്. മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിറഔനും സാമിരിയും ഒക്കെ കടന്നു വരുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ചരിത്ര ഭാഗം നമ്മൾ ഇതിനകം സൂറത്ത് ത്വാഹയില് പഠന വിധേയമാക്കി പിന്നിട്ട് കഴിഞ്ഞു. അതിനുശേഷം വളരെ കനപ്പെട്ട ചില ആയത്തുകൾ സൂറത്ത് ത്വാഹയുടെ ഈ അവസാനം എത്തുന്നതിന് മുമ്പായിട്ട് ആ പ്രഭാഷണത്തിന്റെ ഒരു അന്ത്യം എന്നുള്ള നിലക്ക് നമ്മൾ വായിക്കുകയുണ്ടായി. അതിനുശേഷം ഒന്ന് രണ്ടായത്തുകൾ ഇന്നലെ നമ്മൾ വായിച്ച രണ്ടായത്തുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദൈവിക വെളിപാട് കിട്ടുന്ന സന്ദർഭത്തില് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുകയുണ്ടായത്. ധൃതിപ്പെട്ടുകൊണ്ട് ആയാത്തുകൾ മനഃപ്പാഠം പഠിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെപ്രാളപ്പെടേണ്ടതില്ല. വഹി അവതരിച്ച് പൂർണ്ണമാകുന്നതിന് മുമ്പ് അത് മനഃപ്പാഠം ആക്കാൻ വേണ്ടിയുള്ള അമിതമായ ധൃതി കാണിച്ചുകൊണ്ടുള്ള വെപ്രാളപ്പെടൽ ആവശ്യമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു നിർദ്ദേശിക്കുകയുണ്ടായത്. റബ്ബി സിദ്നി ഇൽമ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി എന്നാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടിട്ടുള്ള നിർദ്ദേശം. ഏത് വിധത്തിലാണ് വഹിയിലൂടെ നൽകപ്പെട്ടിരുന്ന ഈ ആയാത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തില് പതിഞ്ഞതാക്കി മാറ്റിയത് എന്നാണ് ഈ ആയത്തുകൾ നമുക്ക് നൽകുന്ന സൂചന. വർഷങ്ങൾ എടുത്തുകൊണ്ട് മാത്രം ആളുകൾ മനഃപ്പാഠം പഠിക്കുന്ന ഖുർആൻ
ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരാഴ്ച പോലും ഒരു മാസം പോലും അങ്ങനെ മനഃപ്പാഠം പഠിക്കാൻ വേണ്ടി മാറ്റി നിർത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തില് ഈ കിതാബിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ ആയത്തുകളും ക്രമത്തില് പതിഞ്ഞ് രേഖപ്പെടുത്തപ്പെടുകയാണ്. അതിനുവേണ്ടി പ്രത്യേകം ഒരു സ്ട്രഗിൾ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തേണ്ടതില്ല എന്നാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിധത്തിൽ വിശുദ്ധ ഖുർആൻ ഹൃദയത്തിൽ പതിപ്പിക്കാൻ സാധിച്ച ഒരേ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും. ബാക്കി എല്ലാവരും തന്നെ പണിപ്പെട്ടുകൊണ്ട് സമയമെടുത്ത് ആവർത്തിച്ച് കേട്ടുകൊണ്ട് ഒക്കെയാണ് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠം പഠിക്കാറുള്ളത്. പലരെയും സംബന്ധിച്ചിടത്തോളം അത് പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ്. എളുപ്പമായി അത് അനുഭവപ്പെടുന്ന ആളുകൾക്ക് തന്നെ വർഷങ്ങളുടെ പ്രയത്നം ഉണ്ടായാലേ അത് സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തെ ദൗത്യ നിർവഹണത്തിന്റെ പ്രവാചകൻ എന്നുള്ള നിലക്കുള്ള ആ പീരീഡിനകത്ത് എപ്പോഴെങ്കിലും അങ്ങനെ ഒരാഴ്ചയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ മനഃപ്പാഠം ആക്കുന്നതിന് വേണ്ടി മാറി നിന്ന ഒരു കാര്യം ചരിത്രത്തിൽ എവിടെയും കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഗതി ഇല്ല. വഹി അവതരിക്കുന്ന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെപ്രാളപ്പെട്ടുകൊണ്ട് പാഠം മനസ്സിൽ പതിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ഒരു സംഗതി ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് പിന്നീട് ഇല്ലാതെയായി എന്നാണ് മദീനയിൽ അവതരിച്ച സൂറത്തുകളിൽ എവിടെയും അങ്ങനെയുള്ള ഒരു സൂചനയും നൽകപ്പെടുന്നില്ല എന്നത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യം. അപ്പോൾ വ്യക്തമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഹൃദിസ്ഥമാക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ടായിരുന്നില്ല, മറിച്ച് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത് തന്നെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്കാണ്. അങ്ങനെ കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്കാണ് അത് ഇറക്കിക്കൊടുത്തത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാചകം ഖുർആനിലുണ്ട് താൻ. എന്തായാലും ഈ രണ്ടായത്തുകളിലായിട്ട് ഖുർആൻ അവതരണത്തിന്റെ രീതിയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദിസ്ഥമാക്കിയ രീതിയും ഒക്കെ എങ്ങനെയായിരുന്നു എന്നത് വെളിപ്പെടുന്നുണ്ട് ഈ ആയത്തുകളിലൂടെ. അതുകൊണ്ട് നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു കൺക്ലൂഷൻ, മനഃപ്പാഠം പഠിക്കാൻ വേണ്ടി പ്രത്യേകം ഒരു ശ്രമവും നടത്താതെ തന്നെ 600 പേജിലധികം വരുന്ന ഒരു പുസ്തകം പൂർണ്ണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നതാണ്. ലോകത്തൊരിടത്തും നമ്മൾ ഒരു എഴുത്തുകാരനെയും കാണുന്നില്ല ഇത്രയും വലിയ രചന സ്വന്തം കൈപ്പടയിൽ സ്വന്തം രചനയാണെങ്കിൽ പോലും അത് യാതൊരു വിധത്തിലുള്ള അബറേഷനും ഇല്ലാതെ ഹൃദിസ്ഥമാക്കാൻ പറ്റിയ ഒരാളെ. സ്വന്തം രചനയാണെങ്കിൽ തന്നെ അത് രചിക്കുമ്പോ മനസ്സിൽ നിന്ന് ഒഴുകി വന്നു, പേനത്തുമ്പിലൂടെ അത് കടലാസിൽ പതിഞ്ഞു എന്നതൊക്കെ ഉണ്ടാവുമെങ്കിലും അത് തുടർന്ന് ആവശ്യമുള്ളപ്പോഴൊക്കെ അത് മനസ്സിന്റെ ഓർമ്മയിൽ നിന്ന് പാരായണം ചെയ്യാൻ സാധിക്കുന്നു എന്നത് ഒരാളുടെയും കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അത് ആ ഒരൊറ്റ സംഗതി തന്നെ ധാരാളം മതിയായതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ് എന്നതിനുള്ള സാക്ഷ്യമായിട്ട്. കാരണം ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരാഴ്ചയോ മാസമോ ഒരു സമയമോ ഒരു കാലമോ ഒന്നും മനഃപ്പാഠം പഠിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീക്കി വെച്ചിട്ടില്ല. എന്നിട്ടും 600-ലധികം പേജുകളുള്ള ഒരു ഗ്രന്ഥം മുഴുവനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ മനഃപ്പാഠം പഠിച്ച വിധത്തില് രേഖപ്പെടുത്തപ്പെട്ടതായിരുന്നു എന്നതാണ് വസ്തുത. നമസ്കാരങ്ങളില് അല്ലാത്ത സന്ദർഭങ്ങളില് ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പാരായണം ചെയ്ത് കേൾപ്പിക്കുമായിരുന്നു. ഇത് വലിയൊരു അത്ഭുതമാണ്. ലോക ചരിത്രത്തിലെ തന്നെ തുല്യതയില്ലാത്ത ഒരു അത്ഭുതമാണ് ഈ ഒരു പ്രതിഭാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിൽ ഖുർആൻ ഏറ്റുവാങ്ങി എന്ന സംഗതി. അതാണ് നമ്മൾ പിന്നിട്ട
അവസാനത്തെ 2 ആയത്തുകളിലായിട്ട് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്ന വസ്തുതകൾ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളിലൊന്ന്. അതിനെ തുടർന്ന് മറ്റൊരു പ്രഭാഷണത്തിലേക്ക് നീങ്ങുകയാണ്. സൂറത്ത് ത്വാഹ അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് നീങ്ങുന്നതിന്റെ ആ പ്രക്രിയയിൽ തന്നെയാണ്. പക്ഷെ അതിനിടയ്ക്കൊരു പുതിയ വിഷയം അള്ളാഹു കൊണ്ടുവരികയാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള മൂസ അലൈഹി ഇസ്ലാമിന്റെ ആ ജീവിതാനുഭവങ്ങൾ, അതില് ഫിറോവിന്റെയും സാമിരിയുടെയും ദുരന്തങ്ങൾ കൂടി നമ്മൾ കാണുകയുണ്ടായി. ഫിറോവിനും സാമിരിയും അള്ളാഹുവിന്റെ കൽപ്പനകളെ മറന്നുപോയവരല്ല, ധിക്കരിച്ചവരായിരുന്നു എന്നത് നമുക്കറിയാം. മറവി ഉണ്ടാകുന്നവര് ഓർമ്മപ്പെടുത്തപ്പെടുമ്പോ അത് തിരുത്തിയിട്ട് പശ്ചാത്തപിച്ച് മടങ്ങും. എന്നാൽ ഫിറോവിന്റെയും സാമിരിയുടെയും കാര്യത്തിൽ അവര് ആരോടെങ്കിലും അവരെ കമ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പിശാചിനോടാണ്. പിശാച് അള്ളാഹുവിനെ ധിക്കരിക്കുകയാണ് ചെയ്യുന്നത്. മറവി കാരണമായിട്ട് അള്ളാഹുവിനെ അനുസരണക്കേട് കാണിച്ചു എന്ന് പറയാൻ വയ്യ. അനുസരണക്കേട് കാണിക്കുന്നത് 2 നിലക്കാവാം. മറവി കാരണമായി, അശ്രദ്ധരായത് കാരണമായി, ബുദ്ധിശൂന്യത കാരണമായിട്ടൊക്കെ അങ്ങനെ സംഭവിക്കാം. മറ്റൊരു സാധ്യതയുള്ളത് അടുത്ത ധിക്കാരം കാരണമായിട്ട് അനുസരിക്കാതിരിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് പിശാചിന്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പല സൂറത്തുകളിലായിട്ട് കണ്ടിട്ടുള്ളത്. ഇവിടെ സമാനമായ ഒരു നിലപാടാണ് ഫിറോവിനും പിന്നീട് ബനൂ ഇസ്രായേൽ സിനായി മരുഭൂമിയിലായിരുന്ന കാലത്ത് സാമിരിയും കാഴ്ചവെച്ചത്. ഈ ധിക്കാരമാണ്. അറിഞ്ഞുകൊണ്ട് ബോധപൂർവം അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുകയും അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്യുക എന്ന കാര്യം. ആദം അലൈഹി ഇസ്ലാമിന്റെ കഥയാണ് അള്ളാഹു ഇതിനെ തുടർന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നത്. അതിന് കാരണം ആദം അലൈഹി ഇസ്ലാം പിഴവ് പറ്റിപ്പോയ ആളാണ്. പക്ഷെ അദ്ദേഹം ഒരിക്കലും തന്നെ പിശാചിനെ പോലെയോ ഫിറോവിനെ പോലെയോ സാമിരിയെ പോലെയോ ധിക്കാരം കാണിച്ചുകൊണ്ടല്ല അദ്ദേഹത്തിന്റെ പിഴവ് ഉണ്ടാവുന്നത്. അപ്പോ അദ്ദേഹം മറവി കാരണമായി, അശ്രദ്ധ കാരണമായിട്ട് അദ്ദേഹത്തിന് തെറ്റ് പറ്റുന്നുണ്ട്. അത് ഓർമ്മപ്പെടുത്തപ്പെടുമ്പോ ആദം അലൈഹിസ്സലാം തെറ്റ് തിരുത്തുകയാണ്, അള്ളാഹുലേക്ക് മടങ്ങുകയാണ്. ഈ ഒരു വ്യത്യാസം വളരെ വലിയ അന്തരം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം. നമുക്ക് ഈ ആയത്തുകളിലേക്ക് ശ്രദ്ധ തിരിക്കാം. വലഖദ് അഹിദ്ന ഇല ആദമ മിൻ ഖബ്ൽ. നിശ്ചയമായിട്ടും നേരത്തെ ഇതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ മൂസ അലൈഹി ഇസ്ലാമിന്റെയും ഫിറോവിന്റെയും സാമിരിയുടെയും ഒക്കെ ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നതിന്റെ ഒക്കെ എത്രയോ മുമ്പ് ആദമിന് നാം ഒരു ശാസനം നൽകിയിട്ടുണ്ടായിരുന്നു. ആദമിന് നാം ഒരു നിർദ്ദേശം, പാലിക്കപ്പെടേണ്ട ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ആദം അലൈഹി ഇസ്ലാമിനെയും ഹവ്വ റളിയല്ലാഹു അൻഹയെയും അള്ളാഹു ജന്നത്തില് താമസിപ്പിച്ച കാലത്തെയാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. അവരോട് വലാ തഖറബ ഹാദിഹി ഷജറ, ഈ ജന്നത്തിൽ നിങ്ങൾ കഴിഞ്ഞുകൂടിക്കോളൂ, പക്ഷെ ഈ ഒരു വൃക്ഷത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ വന്നു പോകരുത്, അങ്ങനെ ആയാൽ നിങ്ങൾ പരാജിതരായി മാറും എന്നൊക്കെയുള്ള നിലക്ക് ആദം അലൈഹി ഇസ്ലാമിന് അള്ളാഹു ഒരു ശാസനം നൽകിയതായിട്ട് വിശുദ്ധ ഖുർആൻ പലയിടത്തും പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ അള്ളാഹു അതിനെക്കുറിച്ച് പരാമർശിക്കുകയാണ്. വലഖദ് അഹിദ്ന ഇല ആദമ മിൻ ഖബ്ൽ. പണ്ട് നേരത്തെ ഇതിനു മുമ്പ് ആദമിന് തീർച്ചയായിട്ടും നാം ഒരു ശാസനം നൽകിയിട്ടുണ്ടായിരുന്നു. ഫനസിയ, പക്ഷെ അദ്ദേഹം അത് വിസ്മരിച്ചു പോയി. വലം നജിദ് ലഹു അസ്മ, അദ്ദേഹത്തിന് ഒരു നിശ്ചയദാർഢ്യമുള്ള ഒരു സ്വഭാവം നാം കാണുകയുണ്ടായില്ല. അള്ളാഹുവിന്റെ ഒരു കൽപ്പന, ഈ വൃക്ഷത്തിന്റെ അടുക്കലേക്ക് നീ പോവരുത്, അതിനോട് അടുക്കരുത് എന്ന് നിർദ്ദേശമുണ്ടായത് കൃത്യമായി പാലിക്കാൻ വേണ്ട ഒരു നിശ്ചയദാർഢ്യം, ഒരു അസ്മ് അദ്ദേഹത്തിൽ ഉണ്ടായില്ല. അദ്ദേഹം അള്ളാഹുവിന്റെ ശാസനം മറന്നുപോയി.
അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അശ്രദ്ധനായി, അങ്ങനെ പിഴവ് പറ്റി. എന്നിട്ട് ആ പ്രക്രിയയില് ആദമിനുണ്ടായ ഒരു ന്യൂനത, ബലഹീനതയായിട്ട് അള്ളാഹു ഇവിടെ പ്രത്യേകമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തില് ഒരു നിശ്ചയദാർഢ്യം കാണാൻ നമുക്ക് പറ്റിയില്ല. അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശമാണ്, അത് ഞാൻ പൂർണ്ണമായും പാലിക്കണം, അതിൽ വീഴ്ച വരുത്തിക്കൂടാ എന്ന ഒരു നിശ്ചയദാർഢ്യം ആദം അലൈഹി ഇസ്ലാമിൽ ഉണ്ടായില്ല എന്നാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. വലഖദ് അഹിദ്നാ ഇലാ ആദം, ആദമിന് നിശ്ചയമായിട്ടും നാം നേരത്തെ മുമ്പുകാലത്ത് ഒരു ശാസനം നൽകുകയുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഫനസിയ, അദ്ദേഹം അത് മറന്നുപോയി, വിസ്മരിച്ചു പോയി. വലം നജിദ് ലഹു അസ്മ, അദ്ദേഹത്തിൽ അള്ളാഹുവിന്റെ ശാസനം കൃത്യമായി പാലിക്കുന്ന വിധത്തിലുള്ള ഒരു നിശ്ചയദാർഢ്യം നാം കാണുകയുണ്ടായില്ല. അസ്മ എന്ന് പറഞ്ഞാൽ നിശ്ചയദാർഢ്യം എന്നാണ്. ഒരു ദൃഢചിത്തത, ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള പ്രതിബദ്ധതയും കഴിവും ഒക്കെയാണ് അസ്മ. അങ്ങനെയുള്ള ഗുണങ്ങൾ കാണിക്കുന്ന നേതൃപരമായ പ്രത്യേകതയുള്ളവരാണ് ഉലുൽ അസ്മ എന്ന് പറയുന്നത്. അപ്പൊ ആദം അലൈഹി ഇസ്ലാമിലെ അസ്മ എന്ന ക്വാളിറ്റി നാം കാണുകയുണ്ടായില്ല. അതൊരു പശ്ചാത്തലാണ്. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുകയാണ്, വഇദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ്. അബാ, അള്ളാഹു പറയുന്നത് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്, മലക്കുകളോടായിട്ട് നാം ഒരു നിർദ്ദേശം നൽകിയ ഒരു ചരിത്ര സംഭവം, ഒരു ഘട്ടം, ആ സന്ദർഭം ഓർക്കേണ്ടതുണ്ട്. എന്താണ് നാം മലക്കുകളോട് പറഞ്ഞത്? ഉസ്ജുദൂ ലി ആദമ, നിങ്ങൾ ആദമിന് കീഴ്പ്പെടുക, ആദമിന് സുജൂദ് ചെയ്യുക, ആദമിന് സാഷ്ടാംഗം നമിക്കുക, ആദമിന് സുജൂദ് ചെയ്യുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞൊരു വിശിഷ്ടമായ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ആ സന്ദർഭം നിങ്ങൾ സ്മരിക്കേണ്ടതുണ്ട് ഈ സന്ദർഭത്തിൽ. സജദൂ ഇല്ലാ ഇബ്ലീസ്, അപ്പൊ ഉണ്ടായത്, അള്ളാഹുവിന്റെ ആ നിർദ്ദേശം ഉണ്ടായപ്പോ ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാനാണ് അള്ളാഹു മലക്കുകളോട് പറയുകയുണ്ടായത്. ആ സന്ദർഭത്തിൽ ഫസജദൂ ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ അവിടെ ഉണ്ടായിരുന്നവരൊക്കെയും തന്നെ സുജൂദിൽ വീഴുകയാണ്. അവരെല്ലാവരും സുജൂദ് ചെയ്തു, ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. സൂറത്തുൽ ബഖറയിലും സൂറത്തുൽ അറാഫിലും സൂറത്തുൽ കഹഫിലും സൂറത്തു ബനി ഇസ്രായേലിലും ഒക്കെ വളരെ വിശദമായിട്ട് കൈകാര്യം ചെയ്യുന്ന, സൂറത്തുൽ ഹിജ്റിൽ ഉൾപ്പെടെയുള്ള പല സന്ദർഭങ്ങളിലായിട്ട് വിശദമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ്. ഈ സന്ദർഭത്തിന്റെ ഔചിത്യം പരിഗണിച്ചുകൊണ്ട് വീണ്ടും നമ്മുടെ ശ്രദ്ധയിലേക്ക് അള്ളാഹു കൊണ്ടുവരുന്നത്, ആദം അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ച ആ സന്ദർഭവും അതിനോട് ഇബ്ലീസ് സ്വീകരിച്ച നിലപാടും ഒക്കെ പലയിടത്തായിട്ട് വിശദമാക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അള്ളാഹു വളരെ ചുരുക്കിയിട്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. ഉസ്ജുദൂ ലി ആദമ എന്നതാണ് നിർദ്ദേശം നൽകപ്പെട്ടിട്ടുള്ളത്. ഫസജദൂ ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ എല്ലാവരും സുജൂദ് ചെയ്തു. മലക്കുകളാണ് സുജൂദ് ചെയ്തത് എന്നത് വേറെ എടുത്ത് വ്യക്തമാക്കപ്പെടുന്നുണ്ട്. മലക്കുകൾക്കായിരുന്നു നിർദ്ദേശം. പക്ഷെ ഇവിടെ വഇദ് ഖുൽനാ ലിൽ മലായികത്തി, മലക്കുകളോട് സുജൂദ് ചെയ്യാനും വേണ്ടിയാണ് അള്ളാഹു നിർദ്ദേശിച്ചതെന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാവരും സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ. ഇബ്ലീസ് യഥാർത്ഥത്തിൽ മലക്കായിരുന്നുമില്ല. പക്ഷെ ഇബ്ലീസിന് ഈ കൽപ്പന ബാധകമായിരുന്നോ? തീർച്ചയായിട്ടും ബാധകമായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു ഇബ്ലീസിനെ ഇവിടെ ആക്ഷേപിക്കുന്നത്. ഒരാള് ചെയ്യേണ്ടതില്ലാത്തൊരു കാര്യം ചെയ്യാതിരുന്നതിന്റെ പേരിൽ ആരും ആക്ഷേപിക്കില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഉസ്ജുദൂ ലി ആദം എന്ന് പറഞ്ഞത് അവിടെ കൂടിയിരുന്ന സകലരോടുമായിട്ടുള്ള കൽപ്പനയായിരുന്നു. കൂട്ടത്തില് ഇബ്ലീസും ഉണ്ടായിരുന്നു. മുഖ്യമായിട്ട് മലക്കുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്ന അത് സംബന്ധമായ ഒരു കാര്യം. അപ്പൊ അയാള് വിസമ്മതിച്ചു, ഇബ്ലീസ് വിസമ്മതിച്ചു എന്നാണ് പറയുന്നത്. ഇബ്ലീസ് സുജൂദ് ചെയ്യാൻ കൂട്ടാക്കിയില്ല, അയാൾ ധിക്കാരം കാണിച്ചു, അപ്പൊ വിസമ്മതം കാണിച്ചു, സന്നദ്ധനാവാതിരുന്നു. ഇതാണ്
അള്ളാഹുവിടെ വിവരിക്കുന്നു. ഫഖുൽനായ ആദം, അതിനെ തുടർന്ന് നാം ആദമിനോടായിട്ട് പറഞ്ഞു, ആദമേ ഇന്ന ഹാദ അദുവുല്ലക വലി സൗജിക, തീർച്ചയായിട്ടും ഇവൻ നിന്റെയും നിന്റെ പത്നിയുടെയും ശത്രുവാണ്, നിന്റെയും നിന്റെ ഇണയുടെയും ശത്രുവാണ് ഈ കാണുന്ന, ഇപ്പോ എന്റെ കൽപ്പന ധിക്കരിച്ച ഈ ഇബ്ലീസ്. ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്ന, അതുകൊണ്ട് അവര് നിങ്ങളെ രണ്ടുപേരെയും സ്വർഗത്തിൽ നിന്ന്, ജന്നത്തിൽ നിന്ന് പുറത്താക്കാൻ ഇടയാവാതിരിക്കട്ടെ. കാരണം അവര് സാധിക്കുന്ന എന്തും ചെയ്യും. നിങ്ങൾ ഇരുവരെയും ഇവിടുന്ന് എങ്ങനെയെങ്കിലും ചാടിച്ച് പുറത്തു കളയാൻ, നിങ്ങളെ രണ്ടുപേരെയും സ്വർഗത്തിൽ നിന്ന് വെളിയിലേക്ക് പുറത്താക്കാൻ വേണ്ടി അവൻ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അതിന് പോയിട്ട് ഇരയായി കൊടുക്കരുത്. നിങ്ങളെ ഈ ജന്നത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ഇബ്ലീസിന്റെ ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുന്നവരാകരുത്. ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്നത്തി, അവൻ നിങ്ങളെ ഇരുവരെയും ഈ ജന്നത്തിൽ നിന്ന് പുറത്താക്കാൻ അവസരം ഉണ്ടാവാതിരിക്കട്ടെ. ഫതഷ്ഖ, അങ്ങനെ പുറത്താക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വലിയ നിരാശ ബാധിച്ചവരായി, അല്ലെങ്കിൽ നിർഭാഗ്യവാന്മാരായി തീരുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. നിങ്ങൾ ഭാഗ്യദോഷികളായി, ഷഖീ എന്ന് പറഞ്ഞാല് ഭാഗ്യദോഷമാണ്, ഭാഗ്യദോഷം സംഭവിച്ച ആൾ. അതിന്റെ വിപരീതമായിട്ട് ഖുർആനിൽ ഉപയോഗിക്കുന്ന സഈദ് എന്നാണ്, സൗഭാഗ്യം ലഭിച്ച ആൾ. അപ്പൊ നിങ്ങള് ഭാഗ്യദോഷികളാവാതിരിക്കാൻ, അല്ലെങ്കിൽ ഭാഗ്യദോഷികളാകുന്ന വിധത്തിൽ സ്വർഗത്തിൽ നിന്ന്, ഈ ജന്നത്തിൽ നിന്ന് പുറത്താക്കപ്പെടാൻ, ഇബ്ലീസ് കാരണമായിട്ട് പുറത്താക്കപ്പെടാൻ അവസരം ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് അള്ളാഹു ആദം അലൈഹി ഇസ്ലാമിനോട് പറയുന്നത്. ഇന്നലക അല്ലാ തജൂഅ ഫീഹ വലാ തഅറ, ഇവിടെ ഇപ്പോ ചില സൗകര്യങ്ങളൊക്കെ നിനക്കുണ്ട്. ആദമിനോടാണ് പറയുന്നത്, ഇവിടെ ചില സൗകര്യങ്ങളൊക്കെ ഈ ജന്നത്തില് നിനക്ക് വിശപ്പ് അനുഭവപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞാൽ, വിശപ്പ് കൊണ്ടുള്ള യാതൊരു പ്രയാസവും നീ നേരിടേണ്ടി വരില്ല. ഇവിടെ ആവശ്യത്തിനെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭക്ഷ്യയോഗ്യമായ ധാരാളം കായ്കനികളും ഫലങ്ങളും പഴവർഗ്ഗങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നിനക്ക് ഇവിടെ വിശപ്പ് അനുഭവപ്പെടേണ്ടി വരില്ല. വിശപ്പ് നിന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് ഉണ്ടാവുകയില്ല ഇവിടെ ഈ ജന്നത്തില്. വലാ തഅറ, നീ നഗ്നനാകേണ്ടി വരികയുമില്ല. അപ്പോ വിശപ്പ് ഇല്ലാതാവുക, അല്ലെങ്കിൽ വിശപ്പ് അനുഭവപ്പെടേണ്ടി വരാതിരിക്കുക എന്നത് ആ ജന്നത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ നഗ്നത അനുഭവപ്പെടേണ്ടി വരില്ല എന്നതും അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഈ ജന്നത്തില് നിനക്ക് രണ്ട് കാര്യങ്ങൾ ഇവിടെ അഷ്വേർഡ് ആണ് ഈ വാക്കുകളിൽ. ഒന്ന്, വിശക്കേണ്ടി വരില്ല. രണ്ടാമത്തത്, നഗ്നത അനുഭവിക്കേണ്ടി വരില്ല. തഴറ എന്നാണ്, വലാ തഴറ. ഒരുപക്ഷെ മലയാളത്തിലെ ഈ വസ്ത്രം ഉരിയുക എന്ന ആ വാക്കുണ്ടല്ലോ, ഉരിയുക എന്നത് വന്നത് ഈ വാക്കുന്നായിരിക്കും. ഖുർആനിൽ ആ വാക്ക് ആ രൂപത്തിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഒരിയ എന്ന വാക്ക് വസ്ത്രം നീക്കപ്പെട്ടു എന്നതാണ്. ഒരാളുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രം എടുത്തു മാറ്റപ്പെടുന്നതിനെയാണ് ഒരിയ എന്ന പാസീവ് കൺസ്ട്രക്ഷൻ ഖുർആനിൽ ഉപയോഗിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ആക്റ്റീവ് കൺസ്ട്രക്ഷൻ ആണിത്, തഅറ എന്നത്. അതും വേറൊരു പേഴ്സണിൽ, തേർഡ് പേഴ്സണിൽ, സെക്കൻഡ് പേഴ്സണിൽ അഡ്രസ് ചെയ്യപ്പെടുന്ന ആള്, ആ നിലക്കാണ് അത് ഉപയോഗിക്കുന്നത്. ഇതെന്നായിരിക്കണം ഒരുപക്ഷെ മലയാളത്തിലെ ഉരിയുക എന്ന വാക്ക് വന്നിട്ടുണ്ടാവാൻ ഇടയുള്ളത്, അല്ലാഹു അഅലം. എന്തായാലും നിനക്ക് ഇവിടെ വിശപ്പ് അനുഭവപ്പെടേണ്ടി വരില്ല. അതുപോലെ നഗ്നത അനുഭവിക്കേണ്ടിയും വരില്ല. അതാണ് ഇവിടുത്തെ ഒരു സൗകര്യം.
പക്ഷെ നീ ഇവിടുന്ന് പുറത്താക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അനുഭവപ്പെടേണ്ടി വരും, അത് നേരിടേണ്ടി വരും. വേറെ രണ്ട് കാര്യങ്ങൾ കൂടി നിനക്ക് ഇവിടെ സൗകര്യമായിട്ടുണ്ടാവും. ഒന്ന്, നിനക്ക് നീ ഇവിടെ ദാഹം അനുഭവിക്കുന്നവനാവുകയില്ല. ദാഹിച്ചു വലഞ്ഞ അവശനാവുന്ന ഒരു വിഷയം ഇവിടെ ഉണ്ടാവുകയില്ല. വലാത്തലഹ, താപം അനുഭവിച്ചുകൊണ്ടുള്ള പ്രയാസവും നീ നേരിടേണ്ടി വരില്ല. ലുഹ എന്നുള്ള വാക്ക് സൂര്യരശ്മികള്, സൂര്യകിരണങ്ങള് ചൂട് കൂടിയതായി വരുന്ന സമയത്തിന് സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. നീ ഇവിടെ ദാഹിച്ചു വലയുകയോ അതുപോലെ കഠിന താപം അനുഭവിക്കുകയോ ചെയ്യേണ്ടി വരില്ല ഈ ജന്നത്തിൽ. ഈ തോട്ടത്തിന്റെ പ്രത്യേകത അതാണ്. നീ ഇവിടെ വിശപ്പ് അനുഭവിക്കേണ്ടി വരില്ല. അതുപോലെ നിനക്ക് ഇവിടെ നഗ്നത വെളിപ്പെടുന്ന പ്രശ്നം നേരിടേണ്ടി വരില്ല. അതുപോലെ ദാഹവും ചൂടും ഒന്നും നീ അനുഭവിക്കേണ്ടി വരില്ല. അങ്ങനെയുള്ള ജന്നത്തിലാണ് നീ ഉള്ളത്. ഇവിടുന്ന് നീ പുറത്താക്കപ്പെടാൻ പിശാച് കാരണമാവാതിരിക്കട്ടെ എന്നാണ് അള്ളാഹു ആദം അലൈഹി ഇസ്ലാമിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. ജന്നത്തില് 4 അടിസ്ഥാനപരമായ സൗകര്യങ്ങള് അള്ളാഹു നൽകിയതായിട്ടാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഒന്ന്, വിശപ്പിനുള്ള പരിഹാരം അവിടെയുണ്ട്, ദാഹത്തിനുള്ള പരിഹാരവും അവിടെയുണ്ട്. അതുപോലെ വസ്ത്രം, അങ്ങനെ ഒരു അടിസ്ഥാന ആവശ്യവും നിർവഹിക്കപ്പെടുന്നുണ്ട്. നഗ്നത വെളിപ്പെടേണ്ടതില്ല എന്നുള്ള സൂചന നൽകുന്നത് അതാണ്. അതേപോലെ നീ താപം അനുഭവിക്കേണ്ടി വരില്ല എന്ന് പറയുന്നത് ഒരു നല്ല പാർപ്പിടം, കംഫർട്ടബിൾ ആയിട്ടുള്ള സൂര്യതാപത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്ന ഒരു പാർപ്പിടം. ഇതാണല്ലോ, ഈ 3-4 കാര്യങ്ങളാണ് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ. ദാഹവും വിശപ്പും ഒക്കെ അടക്കാനുള്ള വിഭവങ്ങള്, ശരീരത്തിന്റെ നഗ്നത മറക്കാനുള്ള വസ്ത്രം, സുരക്ഷിതത്വം നൽകുന്ന പാർപ്പിടം. ഈ 4 അടിസ്ഥാന കാര്യങ്ങൾ ജന്നത്തിൽ അഷ്വേർഡാണ്. അപ്പൊ ഇതൊന്നും നിനക്കിവിടെ അനുഭവപ്പെടേണ്ടി വരില്ല എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ആദമേ, നീ ഇവനെ ശത്രുവായിട്ട് തന്നെ മനസ്സിലാക്കണം. ഫഖുൽനാ യാ ആദമു ഇന്ന ഹാദാ അദുവ്വുൻ ലക വലിസൗജിക. നാം ആദമിനോടായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്ന ഹാദാ അദുവ്വുൻ ലക വലിസൗജിക. ഇത് തീർച്ചയായിട്ടും നിന്റെയും നിന്റെ ഇണയുടെയും ശത്രുവാണ് എന്നാണ്. സൗജ് എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സൗജ് എന്നത് പ്രത്യേകമായിട്ട് ഫെമിനീനായി പറയുമ്പോൾ, സ്ത്രീലിംഗമാക്കുമ്പോൾ സൗജത്ത് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇവിടെ ഒരു ജെൻഡർ ന്യൂട്രൽ ആയ ഒരു പ്രയോഗമാണ്, സൗജ് എന്നതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും നിനക്കും നിന്റെ ഇണക്കും ഇവൻ ശത്രുവായിരിക്കും. അതുകൊണ്ട് ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്ന, നിങ്ങളെ ഇരുവരെയും അവൻ ജന്നത്തിൽ നിന്ന് പുറത്താക്കാതിരിക്കട്ടെ. ഫതഷ്ഖാ, അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ മഹാഭാഗ്യദോഷികളായിട്ട് മാറും. അങ്ങനെ നിങ്ങൾ ഭാഗ്യദോഷികളായി മാറുന്ന, ജന്നത്ത് നഷ്ടപ്പെടുന്നവരായി മാറാതെ നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിക്കൊള്ളണം. നിങ്ങൾക്ക് ഈ ജന്നത്തില് അള്ളാഹു ചില സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായ നഷ്ടപ്പെടുത്തുന്ന വിധത്തില് നിങ്ങൾ ജന്നത്ത് നഷ്ടപ്പെടാൻ നിങ്ങളുടെ കാര്യത്തിൽ ജന്നത്ത് നഷ്ടപ്പെടാൻ പിശാചിന് നിങ്ങൾ വഴിവെച്ചു കൊടുക്കരുത്. നിങ്ങൾ ഈ ജന്നത്തിൽ പാർക്കുന്നത് അവന് വലിയ അസൂയുള്ള കാര്യമാണ്. അവൻ നിങ്ങളെവിടെ തുടരാൻ സമ്മതിക്കൂല. എന്തെങ്കിലും ചതിപ്രയോഗം ചെയ്തിട്ട് അവൻ നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കും. അതിന് നിങ്ങൾ അവസരം ഉണ്ടാക്കരുത്. ഇവിടെ നിങ്ങൾക്ക് ചില സൗകര്യങ്ങൾ ഉള്ളത്, ഇന്നലക്ക അല്ലാത്ത ജൂഅ ഫീഹ വലാ തഅറ, നിനക്കിവിടെ ഒരു അധ്വാനവും വേണ്ട. ഒരു അധ്വാനവും ഇല്ലാതെ വിശപ്പും അതുപോലെ നഗ്നതയും ഒക്കെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സംവിധാനമുണ്ട്. നിങ്ങൾ ഈ ഒരു സൗകര്യം ഇവിടെ നീ
ദാഹം അനുഭവിക്കേണ്ടതില്ല, അതുപോലെ ചൂടും പൊറുതിയേടൊന്നും അതും അനുഭവിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് ഒരു സ്ട്രഗിളും ഇല്ലാതെ, കഠിനമായി അധ്വാനിക്കാതെ, അങ്ങനെയുള്ള പ്രയത്നങ്ങളൊന്നും വേണ്ടാതെ തന്നെ നിങ്ങൾക്ക് ഈ 4 കാര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഭൂമുഖത്തുള്ള മനുഷ്യന്റെ ജീവിതം അങ്ങനെയല്ല. ഇതിൽ ഓരോന്നിനും മനുഷ്യൻ അധ്വാനിച്ചേ പറ്റൂ. വിശപ്പ് അകറ്റാൻ, ദാഹം അകറ്റാൻ, നഗ്നത മറക്കാൻ, സുരക്ഷിതമായ ഒരു പാർപ്പിടം ഉണ്ടാവാൻ, ഇതിനൊക്കെ മനുഷ്യൻ ജീവിതകാലം മുഴുവനും അധ്വാനിക്കേണ്ടി വരുന്നുണ്ട്. പലപ്പോഴും ജീവിതത്തിന്റെ മുഖ്യമായ ലക്ഷ്യം കൈവരിക്കുന്നതിന് പോലും സമയം കണ്ടെത്താൻ കഴിയാതെ മനുഷ്യൻ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ 4 കാര്യങ്ങള് ജീവിതത്തിൽ നേടാറുള്ളത്. ഭക്ഷണം, വസ്ത്രം, അതുപോലെ കുടിക്കാനുള്ളതും തിന്നാനുള്ളതും നഗ്നത മറക്കാനുള്ള വസ്ത്രങ്ങളും പാർപ്പിടവും. ഈ അടിസ്ഥാനപരമായ 4 ആവശ്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി മനുഷ്യൻ പ്രയത്നിക്കേണ്ടി വരുന്നത് കാരണമായിട്ട് പലപ്പോഴും ജീവിതം എന്തിനു വേണ്ടിയുള്ളതാണ്, അള്ളാഹു എങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്, ആ വിധത്തിലുള്ള ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ വേണ്ട പ്രയത്നങ്ങളിൽ ഏർപ്പെടാൻ പോലും പലപ്പോഴും മനുഷ്യന് സമയം കിട്ടാറില്ല. ഈ വിധത്തിലൊക്കെയാണ് ഭൂമുഖത്തുള്ള മനുഷ്യന്റെ ജീവിതം. പക്ഷെ ഇവിടെ ജന്നത്തില് നിനക്ക് വിശപ്പ് കൊണ്ടുള്ള ബുദ്ധിമുട്ടില്ല, വസ്ത്രം ഇല്ലാത്ത നഗ്നത വെളിപ്പെടുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നില്ല, ദാഹവും അതുപോലെ ചൂടും പൊറുതിയേടൊന്നും അതും അനുഭവിക്കേണ്ടി വരുന്നില്ല. ഇതൊക്കെ ഈ ജന്നത്തിന്റെ മാത്രം ഒരു സൗകര്യമാണ്. അതുകൊണ്ട് ഈ ജന്നത്തിൽ നിന്ന് നീ പുറത്താക്കപ്പെടാൻ പിശാച് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോ പിശാചിന് നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്ന ഒരു നിലപാട് നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൂടാ. ഇവനെ ശത്രുവായിട്ട് തന്നെ കാണണം. ഫത്തഖിദൂഹു അദുവ്വ, നിങ്ങൾ അവനെ ശത്രുവായിട്ട് തന്നെ കാണുക, ശത്രുവായിട്ട് തന്നെ സ്വീകരിക്കുക. അവനെ മിത്രമായിട്ട് സ്വീകരിച്ചാൽ കാര്യങ്ങളൊക്കെ പോയി. അവൻ നിന്നെ വഴികേടിലാക്കും. പല വിധത്തിലുള്ള പ്രലോഭനങ്ങളുമായിട്ട് അവൻ വരും. സംസാരം കേട്ടാൽ, അവന്റെ പെരുമാറ്റം കണ്ടാൽ ഇതിന്റെ ഏറ്റവും വലിയ ഗുണകാംക്ഷിയാണ് അവനെന്നൊക്കെ തോന്നിപ്പോകും. അങ്ങനെ വലിയ ഗുണകാംക്ഷിയായിക്കൊണ്ട് തോന്നിപ്പിച്ചുകൊണ്ടാണ് പിശാച് നിന്റെ അടുക്കൽ വരിക. പക്ഷെ അവനെ നീ ഗുണകാംക്ഷിയായിട്ട് കാണരുത്, നിന്റെ മിത്രമായിട്ട് കാണരുത്. നിനക്ക് നന്മയും വിജയവും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിട്ട് അവനെ നീ കണ്ടുപോകരുത്. അങ്ങനെ നീ കണ്ടാൽ നീ ഇവിടുന്ന് പുറത്താക്കപ്പെടുന്നതിന് കാരണമാകും. അതുകൊണ്ട് ഇവനെ ശത്രുവായിട്ട് തന്നെ കാണണം, ശത്രുവായിട്ട് തന്നെ പിശാചിനെ സ്വീകരിക്കണം. അതാണ് വേണ്ടത്. മിക്ക പ്രലോഭനങ്ങളുടെ കാര്യത്തിലും പിശാച് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിട്ടാണ് നമ്മുടെ മുന്നിൽ വരിക. അത് മനുഷ്യന്റെ അടിസ്ഥാന ചോദനകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വിഷയങ്ങളിലും നമുക്ക് മനസ്സിനെ, ഹൃദയത്തെ, കണ്ണുകളെ ഇങ്ങ് പറിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ നമുക്ക് അതിനോട് ബോണ്ടഡ് ആയിട്ട് മാറാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രലോഭനമാണ് പിശാച് നടത്തുക. അവനെ ശത്രുവായിട്ട് കാണാൻ ഒരുവിധം ആളുകൾക്കൊന്നും കഴിഞ്ഞോളണമെന്നില്ല. ആ ഘട്ടത്തില് ശത്രുവാണ് പിശാച് എന്ന് മനസ്സിലാക്കിയിട്ട് അവനെ ശത്രുവായിട്ട് തന്നെ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ അവനെ മിത്രമായി വലിയായി സ്വീകരിച്ചാൽ ഈ ജന്നത്തിൽ നിന്ന്, ആദം അലി ഇസ്ലാമിനോട് അള്ളാഹു പറയുന്നത്, ഈ ജന്നത്തിൽ നിന്ന് നിങ്ങൾ ഇരുവരെയും പുറത്താക്കപ്പെടാൻ അത് കാരണമാകും എന്നാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ആദം അലൈഹി ഇസ്ലാമിന് പിഴവ് പറ്റുന്നുണ്ട് കാര്യത്തിൽ. വലം നജിദ് ലഹു അസ്മ എന്നാണല്ലോ അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അയാളിൽ ഒരു നിശ്ചയദാർഢ്യം നാം കാണുകയുണ്ടായില്ല എന്നാണ് ആദം അലൈഹി ഇസ്ലാമിന്റെ നിലപാടിനെ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്. എന്റെ വിശദാംശങ്ങൾ തുടർന്നുള്ള ആയത്തുകളിൽ വരുന്നുണ്ട്. ഇന്നത്തെ സെഷൻ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ത്വാഹയിലെ 115 മുതൽ 119 വരെയുള്ള ആയത്തുകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. ഇവിടെ 2-3 ആയത്തുകൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതായിട്ടുള്ളത്, ഇബ്ലീസിനോട്, മലക്കുകളോട്
ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട ഘട്ടത്തില് ഇബ്ലീസ് എടുത്ത നിലപാടിന്റെ ചില വിവരണങ്ങള് വേറെ ചില സൂറത്തുകളില് വരുന്നതാണ്. സൂറത്തുൽ അറാഫില് ഇബ്ലീസ് പറയുന്നത് അന ഖൈറും മിൻഹു, ഞാനാണ് അവനേക്കാളും ഉത്തമനായിട്ടുള്ളത്. ഖലഖ്തനീ മിൻ നാർ, നീ എന്നെ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വഖലഖ്തഹു മിൻ തീൻ, അവനെ സൃഷ്ടിച്ചിട്ടുള്ളത് കളിമണ്ണിൽ നിന്നുമാണ്. അതുകൊണ്ട് ഞാൻ ഇവന് സുജൂദ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഇബ്ലീസ് അവിടെ സൂറത്തുൽ അറാഫിലെ ആയത്തുകളിൽ, അതുപോലെ സൂറത്ത് സ്വാദിലൊക്കെ സൂചിപ്പിക്കുന്നത്. മറ്റു സൂറത്ത് ബനി ഇസ്രായേലില് ഇബ്ലീസ് ചോദിക്കുന്നത് ആ അസ്ജുദു ലിമൻ ഖലഖ്ത തീന, നീ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചവന് ഞാൻ സുജൂദ് ചെയ്യണം എന്നാണോ പറയുന്നത്? വേറൊരിടത്ത് പറയുന്നത് അറഅയ്തക ആദല്ലദീ കറംത അലയ്യ, നീ എന്താ കരുതുന്നത്, ഇവനെയാണോ നീ എന്നേക്കാൾ മഹത്തരമായിട്ട് മഹത്വമുള്ളവനായിട്ട് പരിചയപ്പെടുത്തുന്നത് എന്നൊക്കെയാണ് ഇബ്ലീസ് വളരെ ധിക്കാരത്തോടു കൂടി, അഹങ്കാരത്തോടും ധിക്കാരത്തോടും കൂടി അനുസരണക്കേട് പ്രത്യക്ഷത്തിൽ തന്നെ കാണിക്കുന്ന വിധത്തില് അള്ളാഹുവിനോട് സംസാരിക്കുന്നത്. ഇബ്ലീസിന്റെ ഈ നിലപാട് നമ്മൾ നേരത്തെ ഇവിടെ വിവരിക്കപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളിൽ ആവർത്തിച്ചു വന്നത് നമ്മൾ കാണുകയുണ്ടായി. ഒന്ന് ഫിറൗനാണ്, മറ്റൊന്ന് സാമിരിയാണ്. രണ്ടുപേരുടെയും കാര്യത്തിൽ ഈ ധിക്കാരം പ്രവർത്തനക്ഷമമായത് നമ്മൾ കാണുന്നു. അവര് വിസ്മൃതി ഉള്ളവരായി എന്നല്ല അവരുടെ പ്രശ്നം, അവര് ധിക്കാരം പ്രവർത്തിച്ചു എന്നതാണ്. ധിക്കാരം എന്നത് അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ഇന്റൻഷണൽ ആയിട്ട് കാണിക്കുന്ന ഡിസൊബീഡിയൻസ് ആണ്. ഈ ഒരു സംഗതിക്ക് എവിടെയാണ് ചരിത്രത്തില് അതിന്റെ റോൾ മോഡൽ ഉള്ളത് എന്നതാണ് അള്ളാഹുവിടെ വരച്ചു കാണിക്കുന്നത്. ആദം അലി ഇസ്ലാമിന്റെ ആ സംഭവങ്ങളിൽ ഇബ്ലീസ് ചെയ്ത കാര്യം എന്താണ് എന്നത് പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും ആരാണ് ഈ ഫിറൗന്റെയും സാമിരിയുടെയും ഒക്കെ റോൾ മോഡൽ ആവുകയുണ്ടായത് എന്ന കാര്യം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹുദാവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.